ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു സംസാരിക്കാനുള്ളത് രേണുസുതിയെ കുറിച്ചാണ്. രേണുസുതിക്ക് 10 സെന്റ് ഭൂമി, 8-10 സെന്റ് ഭൂമി കൊടുത്ത് ബിഷപ്പിന് എല്ലാവർക്കും അറിയാലോ. ആ ബിഷപ്പിന്റെ ഒരു ശബ്ദ സന്ദേശം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കണം. വളരെയധികം ദയനീയമായിട്ട് തന്നെ ബിഷപ്പ് അതിൽ പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ബിഷപ്പ് സംസാരിക്കുന്നുണ്ട്. അവസാനം കെഞ്ചുന്നുണ്ട്, ജീവിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തണം. അതുപോലെ തന്നെ കിച്ചുവും രേണുസുതിയും കൂടി അടി നടന്നിട്ടുണ്ട്. ആ കാര്യവും നമുക്ക് പറയണം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ബിഷപ്പിന്റെ ശബ്ദ സന്ദേശം കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാം. വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത്. അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനൊരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു. എൻ്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിന്റെ മൊബൈലിലേക്ക് ഒരു കോള് വരികയുണ്ടായി. ആ സമയത്ത് ഇവിടെ ചായ കുടിയുടെ സമയമാണ്, 4 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറയാൻ എൻ്റെ അടുത്ത് തന്നു. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, അവിടുന്ന് അപ്പുറത്തു നിന്നാന്ന് പറഞ്ഞു. ശരി, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സുധിയുടെ ജ്യേഷ്ഠത്തെയാണ് എന്നോട് സംസാരിച്ചത്. എനിക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വിരോധമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ അതിന്റെ കാരണം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്: വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത്. അവര് വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു, അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു, അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു. അവർ ഓരോ ദിവസം ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു. ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു. എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു വ്ളോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ. അല്ലെ, എൻ്റെ ജോലി വേറൊരു ജോലിയാണ്. ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എൻ്റെ പിൻപിൽ സമൂഹത്തിൽ, ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോഴ് ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട്. ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല. വ്യക്തികളെ പറ്റിയോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ, പ്രൊഫഷനെ പറ്റിയോ, അല്ലെങ്കിൽ അവരെ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമന്റ്സ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ വ്ളോഗേഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇന്ന് വരെ രേണു സുധിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു വ്ളോഗേഴ്സിനെ, കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ. എനിക്കതിന്റെ ആവശ്യം എന്താണ്? എനിക്കതിന് സമയമില്ല. കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല. എൻ്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും. ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ്? അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം? അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു, അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നു. അതിന് എനിക്കെന്താണ് വിരോധം? ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല. സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാർ ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം. അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം എൻ്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട്. ആ ലേഡി വ്ളോഗർ എൻ്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കുകൾ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ് അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. കോടതിയിൽ ഇപ്പോൾ ആ കേസ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാത്തത്. കോടതി കേസ് അവരാണ് ഈ രേണു സുധിക്ക് വേണ്ടിയിട്ട്, രേണു സുധിയുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി വ്ളോഗറാണ് അവരെ. സമൂഹത്തിൽ അവരെ പലർക്കും അറിയാം. എന്നെ വിട്ടേക്കാൻ പറയൂ പ്ലീസ്, എന്നെ കേട്ടല്ലോ, നിങ്ങൾ ഈ പുരോഹിതന്റെ വോയിസ് കേട്ടല്ലോ. ഒരു പുരോഹിതനാണ് ഇങ്ങനെ കിടന്ന് യാചിക്കുന്നത്, എന്നെ വിട്ടേക്കൂ. അത് വെറുതെ യാചിക്കുന്നതല്ല, സ്വന്തം കുടുംബവകയിൽ കിട്ടിയ സ്വത്ത് വേറൊരാൾക്ക് എഴുതി കൊടുത്തിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന തിക്ത ഫലങ്ങളാണ് ഇതൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ബിഷപ്പിനെ പറയുന്നവർ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു 10 സെന്റ് ഭൂമി ആ രേണുസുധിക്ക് എഴുതി കൊടുക്കണം. എന്നിട്ട് ബിഷപ്പിന്റെ സ്ഥലം രേണുസുധിയിൽ നിന്ന് ഒന്ന് തിരിച്ചു മേടിച്ചു കൊടുക്കണം. എന്നിട്ട് ബിഷപ്പിനെ പറയണം. അല്ലാതെ അവനവന്റെ കൈ നനയാനും പാടില്ല, പക്ഷെ അത് എടുക്കും വേണം, വെള്ളത്തിലുള്ള സാധനം എടുക്കും വേണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാവുന്ന കേസല്ല. ഇനി രേണുസുധിയെ കുറിച്ചിട്ട് വീഡിയോ ഇടാൻ ബിഷപ്പ് പറയണോ യൂട്യൂബേഴ്സിന്റെ അടുത്ത്? ഒരിക്കലും പറയണ്ട.
രേണു തന്നെ ഡെയിലി വന്ന് ഓരോ വ്ളോഗും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന ലേഡി വ്ളോഗർ ഉണ്ടല്ലോ സജീന, അതും കുറേ ചെയ്യുന്നത്. ഈ ബിഷപ്പിനെ പറയാത്ത ഞാനും കുറെ കേട്ടിട്ടുണ്ട് കേട്ടോ. ബിഷപ്പിനെ പറയാത്തതായിട്ട് ഒന്നുമില്ല. അത്രയും വൃത്തികേട്. വിഷപ്പാമ്പ് എന്നൊക്കെയാണ് ഈ ബിഷപ്പിനെ പറയുന്നത് അവര്. എന്തിനാണ് ഈ വിഷപ്പാമ്പ് എന്നൊക്കെ പറയുന്നത്? അദ്ദേഹം എന്ത് ചെയ്തു? സ്വന്തം കയ്യിലിരിക്കുന്ന സ്വത്താണ് കൊടുത്തതോ? ഇതൊക്കെയാണ് ഈ ലേഡി വ്ളോഗർ രേണുസുതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ആളാണ് കേട്ടോ. ആ ആള് രേണുസുതിയെ പൊക്കി പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് അതുൽ വ്ളോഗ്സ് ഈ രേണുസുതിനെ പൊക്കി പറയുന്ന ഈ സജിന വ്ളോഗ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോ ഈ സജിന ഇത്രയും കാലം സജിന എന്താ പറഞ്ഞിരുന്നത്? രേണുസുതി വിഷപ്പാമ്പ് അല്ലെങ്കിൽ ബിഷപ്പ് കുറ്റം പറയുന്നു, ഫിറോസ് പൊട്ട വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചെയ്ത ആളാണ്. അപ്പൊ ഈ അതില് ചോദിച്ചു, നിങ്ങൾക്കാണ് അങ്ങനെ ഒരു വീടുണ്ടാക്കി തന്നേ എന്ന് വിചാരിക്കൂ സജീന. അപ്പൊ നിങ്ങൾ ഇവരെ കുറിച്ച് ഇങ്ങനെ പറയുമോ എന്ന് ചോദിച്ചപ്പോ ഉടനെ സജീന പറഞ്ഞ എന്താണെന്നറിയോ? ഇല്ല, ഞാനാണെങ്കിൽ പറയില്ല എന്ന്. അപ്പൊ രേണുസുതി തെറ്റാണ് പറയുന്നത് എന്ന് സജീനയ്ക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സജീന രേണുസുതിയെ പിന്താങ്ങിക്കൊണ്ട് പറയുന്ന എല്ലാ തെറ്റുകളും രേണുസുതിയെ പിന്താങ്ങിക്കൊണ്ട് ഈ രേണുസുതിക്കെതിരെ നിൽക്കുന്നവരെ മുഴുവൻ എന്താ പറയാ, ചീത്ത വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവനോന് എനിക്ക് കിട്ടുകയാണെങ്കിൽ, സജീന പറഞ്ഞ ഇങ്ങനെയാണ് കേട്ടോ, എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അവരെ വാനോളം പുകഴ്ത്തും, ഞാൻ ഒരിക്കലും തള്ളി പറയില്ല എന്ന് പറഞ്ഞ ഈ വ്യക്തി തന്നെ പറയുന്നു രേണുസുതി പറയുന്നതൊക്കെ ശരിയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. രണ്ട് തരത്തിലുള്ള ഡബിൾ സ്റ്റാൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇനി ഇപ്പൊ മറ്റുള്ളവരൊക്കെ പറയുന്ന ചിലവരൊക്കെ കമന്റ് ഇടുന്നുണ്ട്, നിങ്ങൾ കൊടുക്കോ ചെലവിന്, നിങ്ങൾ കൊടുക്കോ, രേണുസുതി എങ്ങനെയും ജീവിക്കട്ടെ. ഞാനും പറഞ്ഞിട്ടുണ്ട് രേണുസുതി എങ്ങനെയും ജീവിക്കട്ടെ എന്ന്. പക്ഷേ ഈ ബിഷപ്പിനെ കുറ്റം പറഞ്ഞ സമയം എന്നു മുതലാണോ അന്ന് മുതൽ ഞാൻ തിരിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പുരോഹിതനെ കുറ്റം പറഞ്ഞുകൊണ്ട് ആ പുരോഹിതന്റെ കാര്യത്തെ സ്വത്തും എഴുതി മേടിച്ചുകൊണ്ട് കുറ്റം പറയുന്ന ഒരു വ്യക്തി നല്ലവളല്ല, ഒരിക്കലും നല്ലവളല്ല. എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. അത് ഞാനും പറഞ്ഞിട്ടുണ്ട്, രേണുസുതി ജീവിക്കട്ടെ. നിങ്ങൾ എന്താണ് കുറ്റം പറയുന്നത്? ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ രേണുസുതിയുടെ സ്വഭാവം കണ്ടുകൊണ്ടാണ് ഞാൻ ആ കുറ്റം പറയാതെ രേണുസുതിയെ നന്നായി പുകഴ്ത്തിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷെ പുറത്തു വന്ന രേണുസുതി അതായിരുന്നില്ല. എപ്പോ നോക്കിയാലും ഈ നമ്മുടെ ഈ ബിഷപ്പിനെ കുറ്റം പറയാ. നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെയെന്നറിയാവോ? ഓ ജീസസ്. ഞാൻ അന്നേരം കയറി ചോദിച്ചു, അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ? ഈ രേണുവിന്റെ മോശം പറയാ, എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടതിനും അച്ഛൻ അതിനെ സപ്പോർട്ട് നല്ലത് പറട്ടെ, മുന്നോട്ട് നീങ്ങിക്കോളാൻ അവളടുത്ത് പറയുന്നു. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ പാപ്പോട്ടെ. കാണുന്നതല്ലേ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീടപ്പുറത്താണ്. ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാനിവിടെ നിന്ന് കാണും. അല്ലേ അച്ഛാ? കേട്ടില്ലേ നിങ്ങൾ? പരിഹാസം കേട്ടില്ലേ? അച്ഛനെയാണ് ഈ കളിയാക്കുന്നത്, ഈ പുരോഹിതനെയാണ് കളിയാക്കുന്നത്. അല്ലേ അച്ഛാ, ഞാൻ അവിടെ നിന്ന് കാണും, ഞാൻ ഇവിടെ നിന്ന് കാണും. അല്ലേ അച്ഛാ, ഞാൻ അവിടെ നിന്ന് പോകുമ്പോ കാണാറേ ഇല്ലല്ലോ അച്ഛനെ. കളിയാക്കിക്കൊണ്ട് ഈ പറയുന്ന സജിന വ്ളോഗ്സറും ഈ വ്ളോഗറും അതുപോലെ ഈ രേണുസുതിയും കൂടി പിന്നെ വേറൊരു കൂട്ടുകാരിയും കൂടിയിട്ടാണ് ഈ വക കളിയാക്കലും പുച്ഛവും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് എന്തോരം സഹിക്കും. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ട് കമന്റ്സിലൂടെ, നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ രേണുസുതിക്ക്, രേണുസുതി ഇങ്ങനെ നടന്നോട്ടെ. രേണുസുതി എങ്ങനെ വേണി നടന്നോട്ടെ, അതിലൊന്നും പ്രശ്നമല്ല. മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്, അത് മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ ഭക്ഷണം കൊടുക്കാൻ ആരും ചെല്ലില്ല, ഞാനല്ല വേറെ ആരും തന്നെ ചെല്ലില്ല. കാരണം വീട് കൊടുത്ത ആൾക്കാർക്ക് 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്ഥലം കൊടുത്ത ആൾക്ക് ഇത് കണ്ടില്ലേ, കേട്ടില്ലേ, കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പണി കിട്ടുമെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനായിട്ട് ആ വഴിക്കില്ല. ഞാനെന്ന് മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങോട്ട് ഭക്ഷണം കൊടുക്കാൻ ചെല്ലില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇനി അച്ഛൻ സ്ഥലം കൊടുത്തതിന് എന്താണ് അവർ പറഞ്ഞുണ്ടാക്കിയത്? ഈ സെലിബ്രിറ്റിയായ രേണുസുതിക്ക് സ്ഥലം കിട്ടിയത് കൊണ്ട് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റു പോകാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ സ്ഥലം കൊടുത്തത് എന്നും കൂടി അവർ പറഞ്ഞുണ്ടാക്കി. ഈ ലേഡി വ്ളോഗർ ഈ അച്ഛനെ പറയാത്തൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അവരുടെ ഇത് കണ്ടറിയാം, വീഡിയോസ് കണ്ടറിയാം. വിഷപ്പാമ്പ്, വിഷപ്പല്ല്, അച്ഛനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇതൊന്നും നമുക്ക് കേൾക്കാനുള്ള ശേഷി പോലും ഇല്ല കേട്ടോ. ഇനി നമുക്ക് കിച്ചുവിന്റെ കാര്യം എടുക്കാം. കിച്ചുവും അതുപോലെ തന്നെ ഈ രേണുസുതിയും കൂടി ഇപ്പൊ അത്ര നല്ല ചർച്ചയിലൊന്നല്ല നടക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാ വെച്ചാൽ കിച്ചുവിന്റെ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. സംസാരിക്കുന്നത് ഒന്ന് കുറയ്ക്കാൻ പറയാം. ഓരോ കാര്യങ്ങൾ പറയുമ്പോ അതിൽ അവർ മാത്രമല്ല ഞങ്ങളും കൂടെ. അതിപ്പം ഞാൻ എങ്ങനെയാ പറയുന്നത്? നിവേദിയ അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പൊ അതിൽ കേറി
നമ്മൾ ഞാൻ പറയുന്നില്ലേ കുറച്ച് നല്ല കാര്യം കൊണ്ടാണെന്നുള്ളതാണ്. പാവത്തിന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. അവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. നല്ലത് മോനെ, ആരെയും തിരുത്താൻ നമുക്കാവില്ല. എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറ, അത് ഞാൻ തിരുത്താം. എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലാതെ ഇപ്പൊ വേറൊരാളെ ഇപ്പൊ ഞാൻ വേറൊരാളെന്നല്ല, എന്താ ഇപ്പൊ പറയണ്ടേ. കിച്ചൂടെ പറയുന്ന കാര്യം ശരിയാണ്. അതായത് എന്റെ തെറ്റുകളുണ്ട് നിങ്ങൾ എന്നോട് പറ, അപ്പൊ ഞാൻ വേണമെങ്കിൽ തിരുത്താം. അല്ലാതെ വേറൊരാളുടെ കാര്യം എന്ന് പറയുന്നത്, വേറൊരാളുടെ എന്ന് പറയുന്നത് അമ്മയെയാണ് പറയുന്നത്, രേണുസുതിയാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് ആ ലെവലിൽ എത്തിക്കഴിഞ്ഞു കിച്ചു ഓവറായിട്ട് പറയുന്നത് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കിച്ചുവിനോട് ആൾക്കാര്. അതായത് ഈ രേണുസുതി എപ്പോ വന്നിരുന്നിട്ടും ഓരോ കാര്യങ്ങൾ ഓവറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതൊന്ന് കിച്ചുവിന് കുറച്ചുകൂടെ എന്ന് പറയുന്നുണ്ട്. ശരിക്കും കിച്ചു എന്താണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ കിച്ചുവിനെ കൂടുതലായിട്ട് അറിയുന്നത് ഈ സുധി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സ്റ്റേജ് പ്രോഗ്രാമിന് കിച്ചുവിനെ കൊണ്ടുപോയി മറ്റുള്ളവരൊക്കെ എടുത്തു നോക്കുന്നു, സുധി സ്റ്റേജ് പ്രോഗ്രാം അഭിനയിച്ച് തിരിച്ചു വന്ന് കിച്ചുവിനെ എടുക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോഴാണ് ഈ കിച്ചുവിനോട് നമുക്ക് സ്നേഹം കൂടിയത്. അങ്ങനെയാണ് ഈ കിച്ചു താരമായി കേരളത്തില്. രേണുസുധിയേക്കാളും താരമാണ് ശരിക്കും കിച്ചു, അല്ലെ? ശരിക്കും അങ്ങനെ ഈ കിച്ചു രേണുസുധിയെ കുറിച്ച് അങ്ങനെ വേറൊരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എന്താണ്, രേണുസുധിയും കിച്ചുവും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, കിച്ചു അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു വീട് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് വീട് കേടുവന്നത് എന്ന് കിച്ചു പറയുന്നുണ്ട്. അപ്പൊ രേണുസുധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ രേണുസുധിനോട് എന്തെങ്കിലും പറയാനുള്ള അധികാരം കിച്ചുവിന് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നു, ഞാൻ മറ്റുള്ളവരുടെ കാര്യം, വേറൊരാളുടെ കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത്. പിന്നെ കിച്ചു ഈ ഇടയായിട്ട് പച്ച കുത്തിയിട്ടുണ്ട്, അച്ഛനോടുള്ള സ്നേഹമാണ് ആ കാണിക്കുന്നത്. അല്ലാതെ ഈ ഇത്രയും വീഡിയോ കിച്ചു ചെയ്യുമ്പോൾ, കിച്ചു ഇടക്കിടക്ക് ലൈവിൽ വരാറുണ്ട്, അപ്പോൾ പോലും സുധി എന്ന് പറഞ്ഞൊരു വേർഡ് ഉച്ചരിക്കാറില്ല, അച്ഛൻ്റെ വേർഡേ പറയാറില്ല. കാരണം അച്ഛൻ തന്നെയാണ്. ഏത് നേരം അത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മുടെ രേണുസുധിയുടെ ഒരു ഇന്റർവ്യൂ മതി, അതിൽ 500 വട്ടം സുധിച്ചേട്ടൻ എന്ന് പറയും. അപ്പൊ തന്നെ നമുക്കറിയാം അത് നമ്മളിലേക്ക് ഒരു ഇൻജക്റ്റ് ചെയ്യാണ്. സുധിച്ചേട്ടന്റെ വൈഫാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻജക്റ്റ് ചെയ്യാണ്. അതുപോലെ വീടിന്റെ കാര്യം, പല സ്ഥലത്ത് നിന്നിട്ട് ഓരോരുത്തരും വന്നിട്ടാണ് ഈ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് ഫിറോസ് ആണ് മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളും, അത് ബേസ്മെന്റ് ഒരാള്, വേറൊരാളും പലതും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പലതരം ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഈ ഫിറോസ് എന്ന് പറയുന്ന ആളുടെ തലയിലാണ് കുറ്റം വരുന്നത്. കുറച്ചൊക്കെ അപാകതകൾ ഫിറോസിന്റെ കയ്യിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ കുറച്ചൊക്കെ ഇവരുടെ കയ്യിലും തെറ്റുണ്ട്, പ്രോപ്പറായിട്ട് ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് പ്രശ്നം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഫിറോസിൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇവർക്ക് കുറ്റം പറയാൻ യാതൊരു അധികാരവും ഇല്ല. കാരണം എന്താണ്, രേണുസുധിയുടെ പേരിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്, അല്ല വീട്ടുകാരുടെ പേരിലാണോ? അല്ല. രേണുസുധി തന്നെ പറയുന്നുണ്ട് ഇതെന്റെ വീടല്ല, എൻ്റെ മകന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി പണിത് കൊടുത്ത വീടാണെന്ന്. അപ്പൊ ആർക്കാണ് ഈ വീട്ടിൽ താമസിക്കാൻ അധികാരം? മക്കൾക്കാണ്. ഓക്കെ, ഇവര് താമസിച്ചോട്ടെ, പക്ഷെ ഇവർക്ക് അതിനെ കുറ്റം പറയാൻ ഒരു അധികാരവുമില്ല. അതിന്റെ അപാകതകൾ മുഴുവൻ പറയേണ്ടത് ആരുടെ പേരിലാണോ അവരാണ് പറയേണ്ടത്. ഇവർ ശരിക്കും ഈ ഫിറോസിന്റെ അഭിപ്രായത്തിൽ ഇവർ ശരിക്കും വലിഞ്ഞു കയറി വന്നവർ തന്നെയാണ്. അച്ഛനും അമ്മയും അതുപോലെ തന്നെ രേണുസുധിയുടെ മകനും അതുപോലെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും ചേട്ടനും എല്ലാവരും കൂടി താമസിക്കേണ്ട ആവശ്യകത അവിടെ ഇല്ല. അവരൊക്കെ വലിഞ്ഞു കയറി വന്നതാണ്. അഥവാ ഇവർ താമസിച്ചോട്ടെ, പക്ഷെ ഇവരെ കുറിച്ച് കുറ്റം പറയാനുള്ള അധികാരം അവർക്കില്ല. പിന്നെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോന്നറിയില്ല, വീടിനെ കുറിച്ച് ചോദിക്കുന്നത് ഒരേ ഒരു വോയിസ് ആണ് എപ്പോഴും. ഇത് പറഞ്ഞത് ശരിക്കും സീക്രട്ട് ഏജന്റ് ആണ് ശരിക്കും പറഞ്ഞത് കേട്ടോ ഈ കാര്യം. അപ്പൊ ഞാനും ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാനും കേട്ടു നോക്കിയപ്പോൾ ശരിയാണ്, ഒരു വോയിസ് തന്നെയാണ് ഈ വീടിനെ കുറിച്ച്, അപാകതകളെ കുറിച്ച് സംസാരിക്കുന്നത്, ചോദിക്കുന്നത് രേണുസുധി ഏൽപ്പിച്ച ആളാണോ അത് നമുക്കറിയില്ല. ഈ ബിഷപ്പിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടും ഫിറോസിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ചോദിക്കുന്നതാണ്, ഒരേ ഒരു വോയിസ് ആണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിനൊക്കെ മറുപടി പറയുമ്പോൾ ഇവർക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കൊടുത്തതിന് ശേഷം അവരൊക്കെ കൂടി കുറ്റം പറയാ, അത് ശരിക്കും ശരിക്കും ബിഷപ്പ് ഇവരെ കുറിച്ച് കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഈ ഫ്രണ്ട് പറയുന്നുണ്ട്, ഈ സജിന വ്ളോഗ്സ് പറയുന്നുണ്ട്, എന്തിനാണ് കൊടുത്ത സാധനത്തെ കുറിച്ച് വീണ്ടും വീണ്ടും കുറ്റം പറയുന്നതെന്ന്. ഈ കുറ്റം പറയിപ്പിക്കുന്നത് എന്താ, ആരാണ്? ഈ രേണുസുധിയും ഫാമിലിയും കൂടിയിട്ടാണ് ബിഷപ്പിന്റെ വായിലിട്ട് കുത്തിക്കൊണ്ടാണ് ബിഷപ്പ് ഈ എല്ലാതും പറയാൻ പോകുന്നത്. ഏതു നേരം രേണുസുധിയുടെ ഫ്രണ്ട്സും വീട്ടുകാരും ബിഷപ്പിനെയും ഫിറോസിനെയും കുറിച്ച് ചീത്ത മാത്രമേ പറയുന്നുള്ളൂ. ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കളിയാക്കി പറഞ്ഞിട്ട് ഇവർക്ക് എന്താണ് കിട്ടുന്നത്?
ഇപ്പൊ നമുക്ക് നമ്മുടെ അച്ഛനമ്മ ഒരു വീടുണ്ടാക്കി തന്നു വിചാരിക്കും, അത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ അതിങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അയ്യോ അവരുണ്ടാക്കിയത് പൊട്ട പൊട്ട എന്ന് നമ്മൾ പറയുമോ? ഇല്ല, നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ 2 വർഷം കൂടുമ്പോൾ 1 വർഷം കൂടുമ്പോൾ നമ്മളിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കില്ലേ? അതുവരെ ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? എനിക്ക് തോന്നുന്നത് മൂത്ത മകന്റെയും കൂടി പേരിലുള്ള വീടാണല്ലോ. മൂത്ത മകനെ സ്വന്തം മകനായിട്ട് കരുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം. കാറ് മേടിച്ചപ്പോഴൊക്കെ ഞാൻ രേണുസുതി പൊക്കി പറഞ്ഞിട്ടേ ഉള്ളൂ, നല്ല രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇൻഷൂറിന്റെ കാര്യം രേണുസുതി പറയുന്നുണ്ട്. ഇൻഷൂർ കിട്ടുന്ന വരിയായിരിക്കും, ഇൻഷുറൻസിന്റെ തുക എമൗണ്ട് കിട്ടുന്ന വരിയായിരിക്കും ഞാൻ അവിടെ നിൽക്കുക എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു വരുത്തുന്നു. ഇതൊക്കെ എന്ത് നികൃഷ്ട ജീവികൾ, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിപ്പോ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടാലും മക്കൾക്ക് അവകാശപ്പെട്ടാലും അവർ മേടിക്കട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ ആ വീട്ടിൽ ഞാൻ താമസിക്കില്ല ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഇനി ഫിറോസ് പറയുന്ന ഒരു വോയിസ് കൂടി കേട്ട് നിർത്താട്ടോ. വീടിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ എന്തെങ്കിലും പറയാനുണ്ടോ? കിച്ചു പറയില്ലേക്ക, ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണെന്ന് പറയും. അപ്പം ഞാൻ കിച്ചുവിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു, കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിൻ്റെ മുന്നിലൊന്ന് പറ. പബ്ലിക്കിൻ്റെ മുന്നിൽ ഞങ്ങളെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണുവും കൂടെ. നീ എപ്പോഴെങ്കിലും ഇത് പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് പറ. ഞങ്ങൾക്ക് തന്ന, എനിക്ക് കിട്ടിയ വീടിന്, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയനും കിട്ടിയ വീടിന് ഞാൻ വളരെ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, നീ എണ്ണി പറയാം. നീയാണ് അതിന് ഏറ്റവും പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയുക അർഹത ഉള്ള ഒരാൾ. കാരണം വെച്ചാൽ നിനക്കും നിൻ്റെ അനിയനാണ് ഞങ്ങൾ ഈ വീട് തന്നിരിക്കുന്നത്. നിനക്ക് എന്ന് ആ വീടിനകത്ത് നിനക്ക് എന്ന് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് നിനക്ക് വേണമെന്ന് തോന്നുന്നു, നീ എന്നെ വിളിച്ചോ, ഞാനത് ചെയ്തു. ഇപ്പൊ ഈ ഫിറോസ് പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്കും പറയാനുള്ളത്, അല്ലെ? കിച്ചുവിനോ ഋതപ്പിനോ മാത്രമേ പറയാനുള്ള അധികാരമുള്ളൂ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. ഇനി രേണുസുതി ഇത് പറഞ്ഞു നടക്കേണ്ട ആളേ അല്ല. രേണുസുതി എത്രയും പെട്ടെന്ന് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്ന് അലക്കുന്നത് ഒന്ന് നിർത്തണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.